ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെട്ടിനാട് ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലയാണ്. ചോറ്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടി ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അതിനായി ഒരു ബൗളിലോട്ട് ചിക്കൻ ഇടുക. ഞാനൊരു മീഡിയം പീസ് ചിക്കനാണ് കേട്ടോ എടുത്തത്. ഇതിലോട്ട് ആവശ്യത്തിന് സോൾട്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു പാൻ എടുത്ത് അത് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ സീഡ്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 4 ഉണക്കമുളക്. അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പൂ, തക്കോലത്തിൻ്റെ ഒരു ഇതൾ കേട്ടോ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതൊക്കെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റാം. നമ്മളിത് 1-2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പം ജസ്റ്റ് ഇത് കളർ ചേഞ്ച് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്കിതിലോട്ട് തേങ്ങ ചുരണ്ടിയത് ആഡ് ചെയ്യാം. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇത് ഇനി ഒന്നും കൂടി നല്ലപോലെ റോസ്റ്റ് ചെയ്യാം. ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളറാവണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആവണം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു കടായി എടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്യാം. ഓയിൽ ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു ബേ ലീഫ്, 1-2 ഉണക്കമുളക്. ഇതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് ചെറിയുള്ളി ആഡ് ചെയ്യാം. ഇതിന് ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്കിതിലോട്ടേക്ക് ഉപ്പിടാം. ഇനി ഇത് നല്ലപോലെ വഴറ്റാം. ഇത് അത്യാവശ്യം നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വഴറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് മസാലയുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി തക്കാളിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. വീണ്ടും ഇതിനൊന്നും കൂടി മൂടി വെച്ച് വേവിക്കാം.
ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കണം കേട്ടോ. ഇത് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത ചെട്ടിനാട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം മസാല പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിനെ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്കിതിനെ മല്ലിച്ചപ്പ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.